കേരളം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത് മയക്കുമരുന്നിൻ്റെ നീരാളിപ്പിടുത്തം മൂലമാണ്. എവിടെ നോക്കിയാലും മയക്കുമരുന്ന് എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് ഇപ്പോൾ കേൾക്കാനുള്ളത്. നമ്മുടെ നാടിൻ്റെ അവസ്ഥ എത്ര ശോചനീയമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് വയനാട്ടിലെ അധ്യാപകർ രാസലഹരിയുടെ വാഹകരായിട്ടുള്ള സംഭവമൊക്കെ കഴിഞ്ഞ ദിവസങ്ങളാണ് പുറത്തു വന്നത്. അതുപോലെ ഇപ്പോൾ കേൾക്കുന്ന ചില വാർത്തകളാണ് യുവതിയും സുഹൃത്തും മയക്കുമരുന്നിൻ്റെ വാഹകരായിട്ട് പോലീസ് പിടിയിൽ എത്തിയിട്ടുള്ളത്. ഓരോ ദിവസം പുറത്തു വരുന്ന ഓരോ വാർത്തകൾ ഞെട്ടിക്കുന്ന ഓരോ വാർത്തകളാണ്. ഇവിടെ ഈ യുവതി മെൻസ്ട്രൽ കപ്പിനുള്ളിൽ വിദഗ്ധമായിട്ടാണ് രാസലഹരി ഒളിപ്പിച്ച് കടത്തിയതെന്നാണ് പറയുന്നത്. എന്തൊക്കെ രീതിയിലാണ് മയക്കുമരുന്ന് ഒളിപ്പിച്ച് കടത്തുന്നത് എന്നുള്ളതാണ്. സ്ത്രീകൾ സാധാരണ ഉപയോഗിക്കുന്ന മെൻസ്ട്രൽ കപ്പ് അതുപോലെ പുതിയൊരു കണ്ടുപിടുത്തമാണ്. പണ്ടൊക്കെ പേഡാണ് സാധാരണ സ്ത്രീകളൊക്കെ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അതിന് വ്യത്യാസമായിട്ട് ഒരു മെൻസ്ട്രൽ കപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഗതി ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്നുണ്ട്. അതിനുള്ളിൽ രാസലഹരി കടത്ത എന്താ നോക്കുക പോയ പോക്ക്. ഈ സംഭവം നടക്കുന്നത് ആലപ്പുഴ തൃക്കുന്നപ്പുഴ വില്ലേജ് കോട്ടമുറി ദേശം പാണ്ഡികശാലയിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി 29 വയസ്സ്, അയാളുടെ സുഹൃത്തായ ആലപ്പുഴ സ്വദേശിനി സരിത 30 വയസ്സ്. ഇവരിൽ നിന്നാണ് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഏകദേശം 94 ഗ്രാം MDMA എക്സൈസ് പിടികൂടിയത്. എന്താണ് പോയ പോക്ക്. യുവതിയുടെ സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ചു കടത്തിയ ലഹരി മരുന്ന് പോലീസിന് പിടിക്കേണ്ട ഒരു അവസ്ഥ. കുറച്ച് നാൾക്ക് മുമ്പാണ് നമ്മൾ വാളയാർ ഭാഗത്തുനിന്ന് ആംബുലൻസിൽ അത്യാഹിത രോഗിയുമായിട്ട് പോകുന്ന ഒരു ആംബുലൻസാണെന്ന് കരുതി പലയിടത്തും ചെക്കിങ്ങിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നെങ്കിലും ഒടുവിൽ അത് പിടിക്കപ്പെട്ടു. അതിൽ നിന്നും കണ്ടെടുത്തത് മാരകമായ MDMA ലഹരി. അങ്ങനെ പലതരത്തിലാണ് ഈ ലഹരി കടത്തുന്ന ഈ ആളുകൾ പല രീതിയിലുള്ള മാർഗങ്ങളാണ് അവലംബിക്കുന്നത്.